ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എൻ്റെ പേര് ശരവണ. നാളെ 10th പ്രിലിംസിൻ്റെ എക്സാം ആരംഭിക്കുകയാണ്. നാളെ എക്സാം എഴുതുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ. പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. ക്ലാസ് കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. തുടക്കം മുതലേ നമ്മുടെ വീഡിയോസുകളൊക്കെ കണ്ട് അഭിപ്രായം എഴുതുന്ന കിങ്ങിണി, ഒരു രാജലക്ഷ്മി, ഗെയിമിംഗ് ആദി, പിന്നെ കുറച്ച് പേരുണ്ട്. അവർക്കൊക്കെ നാളെ തന്നെയാണോ എക്സാം അറിയില്ല. കമൻറ്റ് ചെയ്യണേ. ക്ലാസ് കാണുന്നവർ എല്ലാവരും കമൻറ്റ് ചെയ്യണം, അഭിപ്രായങ്ങൾ എഴുതണം. പിന്നെ ഞാൻ വൈകിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സ് എല്ലാവരും കാണാൻ ശ്രമിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെയാണ് കൂടുതൽ ഉൾപ്പെടുത്തുന്നത്. കറണ്ട് അഫയേഴ്സും അത് കാണാൻ ശ്രമിക്കുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂൾ. ജൂളാണ് ഊർജത്തിൻ്റെ യൂണിറ്റ്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരാണ് കമ്പനം. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരാണ് കമ്പനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. അടുത്ത ക്വസ്റ്റ്യൻ, വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏത്? ഓറിയോൺ. വേട്ടക്കാരൻ എന്ന് അറിയപ്പെടുന്ന നക്ഷത്രഗണം ഏത്? ഓറിയോൺ. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം? കോൺവെക്സ് ദർപ്പണം. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം. മഴവില്ലുണ്ടാകുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? പ്രകീർണനം. മഴവില്ലുണ്ടാകുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസമാണ് പ്രകീർണനം. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ? ഐസക് ന്യൂട്ടൻ. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൻ. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറമേത്? മഞ്ഞ. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറമാണ് മഞ്ഞ. ബലത്തിൻ്റെ യൂണിറ്റ്? ന്യൂട്ടൺ. ന്യൂട്ടണാണ് ബലത്തിൻ്റെ യൂണിറ്റ്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശവേഗത കുറവായിരിക്കും. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശവേഗത കുറവായിരിക്കും. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം? പ്രതലബലം. പ്രതലബലമാണ് മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ്? കെൽവിൻ. കെൽവിനാണ് ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? രാസോർജം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? രാസോർജം. താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏത്? ഓപ്ഷൻ എ, എയ്തുവിട്ട അമ്പിൻ്റെ ചലനം. ഓപ്ഷൻ ബി, ജയന്റ് വീലിൻ്റെ ചലനം. ഓപ്ഷൻ സി, റോക്കറ്റിൻ്റെ ചലനം. ഓപ്ഷൻ ഡി, ഊഞ്ഞാലിൻ്റെ ചലനം. ഇതിൽ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഊഞ്ഞാലിൻ്റെ ചലനം. ദോലനവുമായി ബന്ധപ്പെട്ട ചലനമാണ് ഊഞ്ഞാലിൻ്റെ ചലനം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രസ്താവനാ ചോദ്യമാണ്. അൾട്രാവയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 1. തരംഗദൈർഘ്യം 400 nm മുതൽ 700 nm വരെയാണ്. 2. മനുഷ്യ ശരീരത്തിന് മെലാനിൻ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നു. 3. ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. 4. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു. ഇതിൽ ആൻസർ 3ഉം 4ഉമാണ് ശരി ഉത്തരം. അൾട്രാവയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു, ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ, സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ്. മീറ്റർ. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? 7. ദ്രവ്യത്തിന് 7 അവസ്ഥകളാണ് ഉള്ളത്. വായു മൂലമുണ്ടാകുന്ന കർഷണം എങ്ങനെ കുറയ്ക്കാം? സ്ട്രീം ലൈനിങ്. സ്ട്രീം ലൈനിങ് വഴി വായു മൂലമുണ്ടാകുന്ന കർഷണം കുറയ്ക്കാം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം? ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം? ഭ്രമണം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. 2021, 22, 23 വർഷങ്ങളിൽ 10th പ്രിലിംസിന് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെയാണ്, എന്നാലും അതൊരു റിവിഷൻ ആവും. നാളത്തെ എക്സാം എല്ലാവർക്കും നല്ലതുപോലെ എഴുതാൻ കഴിയട്ടെ ആശംസിക്കുന്നു. താങ്ക് യു.